കണ്ണൂരിൽ സിപിഎമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി വിവാദം രൂക്ഷം. മുൻ എസിപി ടി.കെ. രത്നകുമാറും ഫസൽ വധക്കേസിൽ സിബിഐ പ്രതി ചേർത്ത കാരായി ചന്ദ്രശേഖരനും അടക്കമുള്ളവരെ മത്സരത്തിനിറക്കിയതാണ് വിവാദത്തിനിടയാക്കിയിരിക്കുന്നത്. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അശ്ലീല സന്ദേശം അയച്ചതിന് നടപടി നേരിട്ട മുൻ ഏരിയ സെക്രട്ടറി കെ.പി. മധുവും മത്സരരംഗത്തുണ്ട്. നഗരസഭാ സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലിയാണ് വിവാദം ഉയർന്നിരിക്കുന്നത്. UDF ഭരിക്കുന്ന ശ്രീകണ്ഠപുരത്തെ സിറ്റിംഗ് സീറ്റിലാണ് മുൻ എസിപി ടി.കെ. രത്നകുമാറിനെ സിപിഎം സ്ഥാനാർത്ഥിയാക്കിയത്. വിരമിച്ച മാസങ്ങൾക്കുള്ളിലാണ് രത്നകുമാറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണ മേധാവിയായിരുന്ന രത്നകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തിയിട്ടുണ്ട്. രത്നകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം വിവാദമാകുന്നതിനിടയിലാണ് ഫസൽ വധക്കേസിൽ CBI പ്രതി ചേർത്ത കാരായി ചന്ദ്രശേഖരനെ തലശ്ശേരി നഗരസഭയിലേക്ക് മത്സരിപ്പിക്കാനുള്ള തീരുമാനം. ജില്ലയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും ഹൈക്കോടതി വിലക്കിയതിനെ തുടർന്ന് 2015 ചന്ദ്രശേഖരൻ നഗരസഭാ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരുന്നു. ഇത്തവണ 16-ാം വാർഡിലാണ് ചന്ദ്രശേഖരൻ ജനവിധി തേടുന്നത്. പയ്യന്നൂർ നഗരസഭയിലെ കണ്ടോത്ത് വാർഡിൽ മത്സരിക്കുന്ന കെ.പി. മധു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നഗ്ന ഫോട്ടോ അയച്ചതിന്റെ പേരിൽ ഏരിയ സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെട്ടയാളാണ്. ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയ മധുവിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ അണികൾക്കടക്കം വിമർശനമുണ്ട്. മീഡിയ 1 കണ്ണൂർ.